മക്കളെ നാളെ നിങ്ങൾക്ക് അങ്ങനെ +2 ഹിസ്റ്ററിയുടെ എക്സാം ആണ്. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിന്ന നമ്മുടെ ലൈവുകൾ റെക്കോർഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ തരാനുള്ള പരമാവധി സാധനങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത്രയും ഗ്യാപ്പ് ഒരു എക്സാമിനും കിട്ടിയിട്ടില്ല. ഏകദേശം 8 ദിവസത്തിനടുത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ റെക്കോർഡ് വീഡിയോസ് ആയിട്ടും ലൈവ് ആയിട്ടും മാപ്പിന്റെ വീഡിയോ ഒരു ദിവസം പോലും ഇവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വെറുതെ വിട്ടിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാം. നമ്മൾ കൊടുക്കാവുന്ന മാക്സിമം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓരോ ദിവസങ്ങളിലും നമ്മൾ ഏകദേശം 14 ചാപ്റ്ററുകളോളം ഉണ്ട് അല്ലെ. 14 ചാപ്റ്ററുകളോളം നമ്മൾ ഉണ്ടായിട്ടും അത് 2 ചാപ്റ്റർ വീതാണെങ്കിലും അല്ലെങ്കിൽ 3 ചാപ്റ്റർ വീതാണെങ്കിലും ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ടും അതുപോലെ തന്നെ മാപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതായിട്ടും 15 ചാപ്റ്റർ നമ്മൾ തരാൻ പറ്റുന്നിടത്തോളം സാധനം നമ്മൾ തന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു, പലരും നോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് എല്ലാം പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഒരൊറ്റ പണിയെ നിങ്ങൾക്ക് അത് മാത്രല്ലടാ, ഇത്രയും ദിവസം കിട്ടിയിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്ന് വെക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇനി ഉണ്ടാവില്ല. യെസ്, ഈ ഒരു ദിവസങ്ങളൊക്കെ നിങ്ങൾ പരമാവധി എന്താണ് സമയം എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാകുന്ന വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങൾ നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്ന്, നിങ്ങൾ പഠിച്ചതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചോദിക്കുള്ളൂ, ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. നിങ്ങൾ പഠിച്ചത് മാത്രമേ എക്സാമിനുള്ളൂ. ആ ഒരു ഇനി ആകെ വേണ്ട നമുക്കൊരു ടെൻഷൻ ഒഴിവാക്കിയിട്ട് കോൺഫിഡൻസ് ആവാന്നുള്ളതാണ്. ഇനി ആകെ വേണ്ടത് നമുക്ക് നമ്മൾ പഠിച്ചത് വരൂ, അത് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആ ടെൻഷൻ ഒഴിവാക്കുക. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് മാത്രമേ വരുള്ളൂ, നിങ്ങൾ പഠിച്ചത് മാത്രമേ ചോദിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാക്കിയെടുത്താൽ നാളത്തെ എക്സാം വളരെ. അല്ല ഞാൻ സാറേ, ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഇവർ എക്സാമിന് ഇങ്ങനെ പഠിച്ചു, അപ്പൊ ഇന്ന് അവർക്ക് ചെയ്യാൻ പറ്റിയത് ഇനിയിപ്പോ ഒന്നുകൂടി റിവൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അല്ലെ. പഠിച്ചത് ഫൈനൽ റിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക. ഒരുപാട് ആളുകൾ ഒരു ഡൗട്ടാണ്, ഓരോ മാർക്കിനും എത്ര എഴുതാം. 1 വേർഡിന് എന്താണ് ചോദ്യത്തിന് ഉത്തരം അത് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനാണെങ്കിൽ 4 പോയിന്റ്, 3 മാർക്കിനാണെങ്കിൽ 6 പോയിന്റ്, 5 മാർക്കാണ് 10 പോയിന്റ്, 8 മാർക്കിന്റെ എസ് ഉണ്ടാവും. എസ്സേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് തരും, ഹിന്റുകൾ തരും. ആ ഹിന്റുകൾ സബ് ടൈറ്റിൽ ആക്കിയിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അത് മാത്രമല്ല, ആ എസ്സേക്ക് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനും അവസാനം. പിന്നെ അത് മാത്രമല്ല സാർ, എപ്പോഴും ചോദിക്കുന്ന കുട്ടികൾ ഇങ്ങനെ നമ്മൾ പാരഗ്രാഫ് എഴുതുന്നതാണ് ബെറ്റർ അത് പോയിന്റ് വൈസ് ആയിട്ടാണോ? ഏറ്റവും ബെറ്റർ പോയിന്റ് വൈസ് തന്നെയാണല്ലേ, പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതായിരിക്കും. മാർക്ക് കിട്ടാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇയർ ഒക്കെ എഴുതുന്ന സമയത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒരു ബെറ്റർ ആയിട്ട് ആളുകൾ പേര് നിങ്ങൾ ഒന്ന് വിചാരിക്കേണ്ട അതോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇയർ ഇതായിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇയർ അണ്ടർലൈൻ ചെയ്തില്ലല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. അത് എഴുതിയാൽ അത്ര നല്ലത്, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കൺഫ്യൂഷനുള്ള ഇയേഴ്സും ആളുകളുടെ പേര് എഴുതാതിരിക്കുക. നിങ്ങൾ തെറ്റായിട്ടുള്ള ഉത്തരം ഒരിക്കലും എന്ത് ചെയ്ത്, പ്രത്യേകിച്ച് ഇയർ, ആളുകളുടെ പേര്, സ്ഥലങ്ങൾ, അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് എഴുതണ്ട. കാര്യം കൂടി, എല്ലാ ക്വസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ആ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ അറിയാൻ കൂടുതലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. കാരണം 4 മാർക്കിന്റെ ആകുമ്പോൾ 1 മാർക്കെങ്കിലും കിട്ടും. അപ്പൊ ഇത്രയും കാര്യം സെറ്റ് ആക്കി നാളത്തെ ഹിസ്റ്ററി എക്സാമിന് ഒരു പേടിയും പേടിക്കണം. ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ തരാനുള്ള കാര്യങ്ങളൊക്കെ മൊത്തം നിങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കോൺഫിഡൻസ് കൂടി സെറ്റ് ആയി. അവസാനമായിട്ട് എന്തെങ്കിലും ഇനി ഒന്നുമില്ല എടാ, ഇത്രയൊക്കെ തന്നിട്ട് പഠിക്കാതെ പോലടാ, പഠിച്ചേക്കണ മക്കളെ അല്ലെ. അവസാനം കാരണം ഇത്രയും ഗ്യാപ്പ് നമ്മൾ കിട്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കാന്ന് പലരും പറഞ്ഞിട്ട്, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് എന്താണ്, അത് വേണ്ട, നമുക്ക് എല്ലാ ദിവസങ്ങളിലും കൊടുക്കണം. കുട്ടികൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും കൊടുക്കണം. അപ്പൊ ഇത്രയൊക്കെ തന്നിട്ട് മക്കളെ നിങ്ങൾ പഠിക്കും. അങ്ങനെ തന്നെയാണ്, വിശ്വാസമുണ്ട്, കോൺഫിഡൻസ്. ഞങ്ങൾക്ക് നിങ്ങളെക്കാളും കോൺഫിഡൻസ് ഉണ്ട് അല്ല മാർക്ക് വാങ്ങാൻ. നാളത്തെ എക്സാം നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ എക്സാം എഴുതാൻ പറ്റും. ഒരു പേടിയും പഠിക്കണം. നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ഫുൾ കോൺഫിഡൻസ്. ഇന്നത്തോട് കൂടിയില്ലേ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു ബന്ധം പറയുകയാണ് അല്ലേ. ഇനി ഉള്ള എക്സാംസ് +2 തീരുന്നില്ല, ഇനി നിങ്ങൾക്ക് എക്സാംസ് ഉണ്ട്. പൊളിറ്റിക്സ് ഹിസ്റ്ററിയുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ അവസാനിക്കുക. അടിപൊളിയാക്കി സെറ്റ് ആക്കി ചെയ്ത് അതിൽ നിങ്ങളുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഹിസ്റ്ററി കോൺഫിഡൻസോട് കൂടി ചെയ്താൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണം. നിങ്ങൾ പഠിച്ചതെന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ നാളത്തെ എക്സാം എളുപ്പമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബൈ, കാണാം.